വള്ളം കിടന്ന് റോളായിക്കൊണ്ടിരിക്കണ നോക്കി. ഇവരുടെ ആ ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ ഓക്കെ. നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൂത്തുക്കുടിയിലാണ്. കേരളത്തിൽ നിന്ന് ഏകദേശം ഒരു 450 കിലോമീറ്ററോളം താണ്ടി വന്ന് നമ്മുടെ തൂത്തുക്കുടിയിൽ നല്ലൊരു കിടിലൻ ശംഖുവേട്ടയ്ക്ക് വേണ്ടി വന്നേക്കുണ്ട്. അപ്പോൾ ഓരോ വള്ളങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അവസരം ഉണ്ടാക്കി തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള വിൻഡ് ഫിഷർമാൻ എന്ന് പറയട്ടെ, അതെ അണ്ണൻ തന്നെ അങ്ങോട്ട് പരിചയപ്പെടുത്തും. പറഞ്ഞേ நமஸ்கார். அதே மாதிரி நம்ம தூத்துக்குடிக்கு வந்திருக்காங்க. நம்ம ஸ்கூபா டைவ் செஞ்சு வெள்ளை சங்கு எடுத்துக்கிட்டு இருக்கோம். தண்ணிக்குள்ளே போய் வீடியோ லாஸ்ட் வரைக்கும் ஃபுல்லாக பாருங்கள். நம்ம தண்ணிக்குள்ளே அண்டர் வாட்டர் ஒரு 10 ஃபீட் 12 ஃபீட் நம்ம தண்ணிக்குள்ளே போய் நம்ம சங்கு எடுக்கிறத காட்டுறோம். பாருங்கள், அந்த கோப்ரோ Kiro 9 தான் நம்ம എടുക്കാൻ പോகிறோം. അപ്പോൾ നമ്മുടെ അണ്ണന് ഒരു ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം എല്ലാം ഉണ്ട്. എല്ലാവരും കയറി കാണാം. ശംഖ് എടുക്കണം, അതുപോലെ കിടിലൻ കാഴ്ചകളെല്ലാം അണ്ണൻ്റെ പേജിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പോയി വന്നിട്ട് കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാട്ടെ. അങ്ങനെ സമയം ഏകദേശം ഒരു 7:45 മണിയായപ്പോഴേക്കും ഞങ്ങൾ നേരെ കടലിലേക്ക് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പായിട്ട് അങ്ങനെ നമ്മുടെ ആ ഒരു വള്ളത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കേണ്ട. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ടോപ്പായിട്ട് നിൽക്കുന്ന ആ ഒരു ശംഖിൻ്റെ പണി നടക്കുന്ന ആ ഒരു സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ ഈ ഒരു തൂത്തുക്കുടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാമേശ്വരത്ത് ഉണ്ടാകുന്നറിയില്ല ശംഖിൻ്റെ പണി. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കന്യാകുമാരിയിൽ ശംഖിൻ്റെ പണിയുണ്ട്. ഈ ശംഖിൻ്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ളതാണ്. കാരണം 3-3.5 മണിക്കൂർ നമ്മുടെ ഈ ഒരു കടലിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ കംപ്രസറിൽ നിന്ന് തന്നെ എയറും ശ്വസിച്ചൊക്കെ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി ഇല്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു പണിയാണ് ഈ പറഞ്ഞ ശംഖിൻ്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ശരിക്കും ഈ വലംപിരി ശംഖ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. കോടികളാണ് അതിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതങ്ങനെ എപ്പോഴും കിട്ടണമെന്നില്ല, അതും വേറെ കാര്യം. അപ്പോൾ എന്ത് തന്നെയാലും നമുക്ക് പോയി കണ്ടേച്ചും വരേണ്ട കാര്യങ്ങൾ. അതായത് നമ്മുടെ ബോട്ടിൻ്റെ പേര് കണ്ട, സർക്കാർ എന്നാണ്ട് നമ്മുടെ ബോട്ടിൻ്റെ പേര്. ഫുള്ള് വിജയ് ഫാൻസാണ് ഇവിടെ ഉള്ളവർ കണ്ട. അതായത് ബോട്ട് വലിച്ചങ്ങോട്ട് അടുപ്പിക്കണ ഒരു കാഴ്ച വേണ്ടി കാണണം. നമ്മുടെ കേരളത്തിലെ ബോട്ട് വെച്ച് നോക്കാൻ നേരത്ത് ഇത് വളരെയധികം വ്യത്യാസമുണ്ട്. சர்க்கார் படத்தை பார்த்துருப்பீங்க நிறைய பேர். நம்ம விஜய் ஃபேன்ஸ் உலகம் ஃபுல்லாக இருப்பீங்க. கடல் மக்களுக்கு உங்களுடைய சப்போர்ட்டை கொடுங்க, லவ் அண்ட் சப்போர்ட்டை கொடுங்க. அதே மாதிரி நம்ம விண்டு ஃபிஷர்மேனுக்கும் லவ் அண்ட் சப்போர்ட்டை கொடுங்க. சொல்லிடுவாப்ல, நீங்கள் சொல்லிடுங்க. ആമാ. അപ്പോൾ അണ്ണൻ്റെ ഒപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തമിഴ് പറഞ്ഞ് ഞാനും എപ്പോഴും തമിഴായി പോകണ്ടട്ടാ. അത് നിങ്ങൾ ക്ഷമിക്കണം, ഇടയ്ക്ക് തമിഴ് കയറി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതായത് ഫൈബർ ബോട്ടാണ് മൊത്തം കണ്ട. ഇവർ അടുപ്പിക്കണ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അതുപോലെ ഇതിൻ്റെ ഈ ചുക്കായവും അതുപോലെ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൻ്റെ ചുക്കായം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈക്ക് തിരിക്കണ ഒരു സെറ്റപ്പാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ ഇതിൻ്റെ ഉള്ളിലാണ് കംപ്രസറും കാര്യങ്ങളെല്ലാം ഇരിക്കണം കേട്ടോ. എഞ്ചിനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതായത് ഇവർ ഇത് പോകാനായിട്ടുള്ള നമ്മുടെ തയ്യാറെടുപ്പും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ പണിക്ക് പോകാൻ നേരത്തെ ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. കാലും ഇടുന്ന ആ ഒരു സാധനം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ശ്വസിക്കുന്ന സിലിണ്ടറിൻ്റെ ഡോസും മാസ്കും ഒക്കെയാണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു എഞ്ചിൻ റൂമിൽ തന്നെയായിട്ട് ചെറിയൊരു കിച്ചൺ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിരുന്നാണ് ഒരു കുക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതിൻ്റെ കെട്ടഴിക്കണ ഒരു കാഴ്ചയാണ്. നമ്മൾ നേരെ കടലിലേക്ക് പോയാണ്. ശംഖെടുക്കണം, അതുപോലെ കിടിലൻ കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് വീഡിയോന് ഒരു ലൈക്ക് കൊടുക്കാനും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. സൈലൻസറൊക്കെ ഓക്കെ, അധികം വലിപ്പമൊന്നുമില്ല. വെറുതെ ഒരു ഇരുമ്പിൻ്റെ പൈപ്പ് ഇട്ട് അങ്ങോട്ട് കൊടുത്തേക്കാണ് പുറത്തേക്ക്. അതുപോലെ തന്നെ കണ്ട സ്ട്രാങ്കിന് വീലൗസുമില്ല, കാര്യങ്ങളൊന്നുമില്ല. സ്റ്റിയറിങ്ങും വേണാ പിടിച്ചിരിക്കണം. സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചുക്കായത്തും വേണാ പിടിച്ചിരിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണ അനുസരിച്ചാണ് നമ്മുടെ ആ ഒരു ബോട്ടിൻ്റെ ദിശ മാറുന്നത്. അപ്പോൾ അത് ആങ്കർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നാണോ കണ്ട, ആങ്കർ വലിച്ചെടുക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണണം. അങ്ങറ്റം വരെയും പോയിട്ടുണ്ട് ടാങ്കർ. അപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഓരോ വള്ളങ്ങളിങ്ങനെ പോകുന്നുണ്ട്. ചെറിയൊരു ആങ്കറാണ്. അത് നമ്മൾ പൊക്കിയെടുക്കണത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആ 2 പയ്യന്മാർ ചേർന്നാണ് അത് പൊക്കിയെടുക്കണേട്ടാ. ഈ ഒരു വള്ളത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആങ്കറിൻ്റെ ആവശ്യമേ ഉള്ളൂ കണ്ട. അപ്പോൾ ഇതും ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു ആങ്കറുണ്ട് സ്പെയർ ആയിട്ടുള്ളത്. അത് ആങ്കറും കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മളെ കടലിലേക്ക് പോകേണ്ട. വിൻഡ് ഫിഷർമാൻ പോയിട്ട് വരാം. അതായത് നമ്മുടെ വള്ളത്തിൻ്റെ സ്ട്രാങ് ആണ്ടി കാണുന്നത്. പേര് சொல்லுங்க. കൈ കൊടുങ്ക പളനി. സ്ട്രാങ്ങാണ് നമ്മുടെ ഈ ഒരു വള്ളം കൊണ്ടുപോകണേണ്ട. നമ്മൾ ഈ സ്കൂബ ഡൈവിങ് ചെയ്യാൻ നേരത്ത് നമ്മുടെ കാലും ഈ ഫിൻസ് ഇടും വേഗത്തിൽ നീന്തി പോകാനായിട്ട്. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ശംഖെടുക്കണ ആ ഒരു രീതിയിൽ കടലിൽ ഇറങ്ങാൻ നേരത്ത് അവരുടെ കാലും കിട്ടുന്ന ഒരു സംഭവം ഈ കാണുന്നത്. ഇതെന്തോ പാത്രത്തിൻ്റെ മൂടി പോലത്തെയൊക്കെ സംഭവം കൂട്ടിരിക്കുന്നുണ്ട്. റോപ്പും കാര്യങ്ങളൊക്കെ കെട്ടി അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഈ ഒരു സാധനം കാലിലിട്ടിട്ടാണ് അവർ കടലിൻ്റെ അടിയിൽ പോയിട്ട് ശംഖ് തിരയൊക്കെ ചെയ്യണേട്ടാ. നമ്മുടെ ഈ ഒരു ശംഖിൻ്റെ പണി കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-15 മാറിലായിട്ടാണ് കിടക്കുന്നത്. 15 മാർ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. 15 ആളുകൾ മുകളിൽ നിൽക്കാൻ നേരത്തുള്ളൊരു ഹൈറ്റില്ല, അതാണ് 15 മാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ തൂത്തുക്കുടി തമിഴ്നാട് ഏരിയയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ വിസിബിലിറ്റി എന്തോരം ഉണ്ടെന്ന് അറിയില്ല. അതുപോലെ ഈ ചേട്ടന്മാർ ഇപ്പോൾ ഈ ഒരു ഗ്രീൻ നെറ്റ് കെട്ടിക്കൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ കടലിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും. അത് തടയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തുതരാം. ഇവരുടെ ആ ഒരു എഞ്ചിൻ റൂമൊന്ന് നമുക്ക് കണ്ടേച്ചും വരാട്ടാ. എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇവരുടെ അടുക്കളയെന്ന് പറയുന്നത്. നോക്കിയേ, ചെറിയൊരു വള്ളമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ട, ഫുള്ള് മരമാണ്. മരത്തിൻ്റെ മുകളിൽ ഫൈബർ ചെയ്ത് സെറ്റ് ചെയ്തേക്കണേണ്ട. കണ്ട, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു എഞ്ചിൻ്റെ ആ ഒരു സൈഡും കാര്യങ്ങളൊക്കെയാണ്. കംപ്രസർ, ഇവർക്ക് ഈ ചാടാൻ നേരത്തുള്ള ആ ഒരു എയറിൻ്റെ ആ ഒരു കംപ്രസറും കാര്യങ്ങളും. അതുപോലെ കഞ്ഞിയുടെ അപ്പത്തിട്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു കംപ്രസറിൽ നിന്നാണ്ട് ഇവർ ഈ ശ്വസിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം. കടലിൻ്റെ അടിയിലേക്ക് പോകാൻ നേരത്ത് നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഒറ്റ അല്ല കിട്ടുന്നത്. ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറയണത് നമ്മുടെ സൈക്കിളിനും അതുപോലെ തന്നെ കാറിനൊക്കെ എയർ അടിക്കണ ആ ഒരു കംപ്രസറില്ലേ, ആ ഒരു എയറാണ് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് നേരെ സെപ്പറേറ്റ് ചെയ്ത് പുറത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെയധികം റിസ്ക്കാണ് ശരിക്കും. അപ്പോൾ അത് അഴിയിറങ്ങാനായിട്ട് പോകേണ്ട. ഈ ഒരു കടലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേ ഓഫ് ബംഗാളാണ് പിന്നെ നമ്മുടെ ഈ ഒരു തൂത്തുക്കുടി ഏരിയയൊക്കെ, നമ്മുടെയൊക്കെ അറബിക്കടൽ. അപ്പോൾ ഇതിനാ ശരിക്കും മാൻകടലും അത് നമ്മുടെ അറബിക്കടലിനെ പെൺകടൽ എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വള്ളത്തിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ കണ്ട ചെറിയൊരു മുളവടി കൂട്ടത്തൊരു വടി എടുത്തിട്ട് ആ ഒരു ഹോളിലിട്ട് വെച്ചേക്കാണ്. പിന്നെ അത് തിരിക്കണനുസരിച്ചാണ് നമ്മുടെ ഈ ഒരു ബോട്ട് തിരിയാനായിട്ട്. അതുപോലെ തന്നെ ആക്സിലേറ്റർ റോപ്പിലൊക്കെ ചുറ്റി പിടിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങ് ദൂരെയൊക്കെ നമ്മുടെ തൂത്തുക്കുടി പവർ പ്ലാന്റ് ഉണ്ടാക്കാണ്. അത്ര വിസിബിൾ അല്ല, എന്നാലും ചെറിയ രീതിയിലേ കാണാൻ പറ്റുന്നുള്ളൂ. ഏകദേശം ഒരു 15 നോട്ടിക്കലോളം നമുക്കുള്ളിലേക്ക് ഓടാനുണ്ട്. ഈ ഒരു കടലിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. വെള്ളപ്പൊക്കവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിൻ്റെ വലിയ മൊത്തം കലങ്ങി കിടക്കുകയാണ്. ഇവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കാണൂല. അതായത് കലങ്ങി മൊത്തം എറിഞ്ഞ് കിടക്കണം. ഉള്ളിലേക്ക് കയറും തോറും കടലിൻ്റെ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ മാറി മാറി വരും. അപ്പോൾ രാവിലത്തെ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വെള്ളമീനെ നമ്മൾ പോയിട്ട് ഹാർബറിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഉച്ചക്കലത്തേക്ക് ഒരു ശംഖ് എടുക്കാൻ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും കുത്തിപ്പിടിക്കും. ഒറ്റ ദിവസത്തെ പണിക്കാണ്ട് നമ്മൾ പോകണം. രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് എത്തും. അപ്പോൾ തൊട്ടടുത്തേ കൂടി ഇതേ ഒരു വള്ളം പോകണുണ്ട്. കൂടുതലും ആളുകളുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ശംഖിൻ്റെ പണി തന്നെയുണ്ട്. നമുക്കരയിലിരുന്ന് പണിയെടുക്കുന്നതുകൊണ്ടാണ് ഇവർ കടലിൻ്റെ അടിയിൽ ചെന്ന് കഴിഞ്ഞാൽ പണിയെടുക്കണം. ഇവർക്ക് തന്നെ അറിയാം ഇവരുടെ ജീവിതം വെച്ചുള്ളൊരു കളിയാണ് ഈ ഒരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ ഒരാളെടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ പണി, കാരണം അറിയാലോ എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഒരു സേഫ്റ്റിയും ഇല്ല, കാര്യങ്ങളില്ല. അപ്പോൾ അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പണിക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു പൈസ കിട്ടൂല, അല്ലെങ്കിൽ എന്താണ് വേറൊരു പണി ഇവർക്ക് അറിയില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഈ ശംഖിൻ്റെ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 രൂപ മുതൽ കോടികൾ വരെയും കിട്ടുന്ന ആ ഒരു ശംഖ് വരെ ഉണ്ട് കേട്ടോ. വലംപിരി ശംഖ് എന്നൊക്കെ പറയുന്നത്. അത് പക്ഷേ എല്ലാവർക്കും കിട്ടണമെന്നില്ല, അതും വേറെ കാര്യം കേട്ടോ. അപ്പം നമ്മുടെ അടുത്തൊരു വള്ളം വന്നിരുന്ന അടിയിൽ ഇങ്ങനെ കുത്തി നിൽക്കാൻ പറ്റുന്ന കമ്പി എക്സ്ട്രാ ഉണ്ടെന്ന് ചോദിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പണി സാധനങ്ങൾ കൊടുത്ത് സഹായിച്ചൊക്കെയാണ് നമ്മൾ ആ ഒരു പണിക്ക് പോണത്. അപ്പോൾ ഈ ഒരു വള്ളത്തിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ കണ്ട നോക്കി. ഇങ്ങേരണ്ട നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ആണ്. കൂടിപ്പോയി കഴിഞ്ഞാൽ 10-17 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ഇവൻ ഈ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാണ് ഇതെല്ലാം ചെയ്യണത്. ഭയങ്കര സൗണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷേ ഇവന് ശീലമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് എനിക്ക് പറ്റണ്ടായില്ല, ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ഒരു ചെറിയൊരു ദ്വീപ് കാണട്ടെ. പക്ഷെ അങ്ങോട്ട് പോയി നമുക്ക് ഇറങ്ങാനായിട്ടുള്ള അനുവാദവും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് ഇവർ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞപ്പോൾ. അതുപോലെ ഓട്ടത്തിൽ തന്നെ നമ്മൾ മറ്റേ ഓട്ടച്ചൂണ്ടില്ലേ, ഏറ് ചൂണ്ട, ആ സാധനം ഇട്ടുണ്ട് നമ്മുടെ ഈ കുടുതൊക്കെ അടിക്കണത്. അതെങ്ങാലും മേരിയില്ലാത്ത സാധനമാണ്. അത് ഓട്ടത്തിൽ ഇങ്ങനെ പിടിക്കാൻ നേരത്ത് മീൻ കിട്ടണമെന്നുണ്ടെങ്കിലുള്ള രീതിയിൽ നമ്മൾ ഏറ് ചൂണ്ടയും ഇട്ടിട്ടുണ്ട്. നമ്മുടെ അണ്ണന്മാർ റമ്മികളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കൂടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കേരളത്തിൽ വെച്ച് നോക്കാൻ നേരത്ത് ഇവിടെ കാറ്റ് കൂടുതലായിരിക്കുള്ളൂ ഇവിടുത്തെ കടലിൽ. അതായത് ആ കാറ്റ് കൂടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരമാലകളുടെ ഉയരം കൂടും. അതുപോലെ റോളിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരുക്കുണ്ട്. പിന്നെ ഈ വള്ളത്തിൽ പോണവർക്കൊക്കെ ഈ ഒരു സെയിം അവസ്ഥ തന്നെ ആയിരിക്കുള്ളൂ. നമ്മൾ ഈ ബോട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഇതിൽ പെട്ടെന്ന് കയറി കഴിയുമ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റുന്ന അറിയില്ല. ആ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊന്നും കിട്ടൂല. കണ്ടോ, തെന്നി കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതേ ചോറും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബോട്ടിലെ പോലെ എല്ലാവർക്കും വിളമ്പി ഇങ്ങനെ വെച്ചിട്ട് എടുക്കാനായിട്ടുള്ള ഒരു സൗകര്യം ഈ ഒരു ചെറിയ വള്ളത്തിലില്ല. അതുകൊണ്ട് ആവശ്യക്കാർ വന്ന് എടുത്ത് കഴിക്കാട്ടോ. അതുമാത്രമല്ല ഭയങ്കര റോളിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ പേരിൽ നമുക്ക് പാത്രം അങ്ങനെ വെച്ചൊന്നും വിളമ്പി കൊടുക്കാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ തിരിച്ച് കടലിലേക്ക് പോകും. കാരണം ഇതിൽ പിടിച്ച് നിൽക്കാനായിട്ടൊക്കെ ഉള്ള ഒരു സംഭവം കുറവാണ് വളരെയധികം. കണ്ട, അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാങ്ങച്ചാറുണ്ട്, അതുപോലെ തന്നെ നല്ല അടിപൊളി വെള്ള മീൻ കറി കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കറി കണ്ടു കഴിഞ്ഞപ്പോൾ ബോറായിരിക്കുള്ളൂ എന്നാണ് വിചാരിച്ചത്. എന്നാലും അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വെള്ളമീൻ വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ. അതും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ ഒരു ശംഖിൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ഭാഗമായിട്ടാണ് ഇടുന്നത്. 2-3 പാർട്ട് വരും. കാരണം ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഇടാനായിട്ട് പറ്റില്ല, ഒരുപാട് ലെങ്ത് ഉണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും അടുത്തൊരു കിടലിന് എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ കടലിലേക്ക് ചെന്ന് ആങ്കർ ചെയ്ത ആ ഒരു സ്ഥലത്ത് നിന്ന് ശംഖ് എടുക്കുന്ന കാഴ്ചകളൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കും അതുപോലെ തന്നെ ഷെയറും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ അടുത്തൊരു കിടലിന് എപ്പിസോഡായിട്ട് നമുക്ക് വരാം. അതുവരെ ടാറ്റാ.